തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വി നാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ശ്ലോകം 14ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. 13ാമത്തെ ശ്ലോകം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ശ്ലോകം നോക്കാം. ആവിർഭൂയാഥ ദൈത്യാരി പപ്രച്ഛ ച പിതാമഹം കിമർത്ഥമാഗതോസി ത്വം സാകം ദേവഗണൈരിതി. ഒന്നുകൂടി ചൊല്ലാം. ആവിർഭൂയാഥ ദൈത്യാരി പപ്രച്ഛ ച പിതാമഹം കിമർത്ഥമാഗതോസി ത്വം സാകം ദേവഗണൈരിതി. ആദ്യം പദച്ഛേദം നോക്കാം. ആവിർഭൂയ അഥ ദൈത്യാരി പപ്രച്ഛ ച പിതാമഹം കിമർത്ഥം ആഗതഃ അസി ത്വം സാകം ദേവഗണൈഃ ഇതി. ആവിർഭൂയാഥ ആവിർഭൂയ അഥ അങ്ങനെയാണ് പദച്ഛേദം. ആവിർഭൂയ അഥ ആവിർഭൂയാഥ ദൈത്യാരിഃ പപ്രച്ഛ ച പിതാമഹം കിമർത്ഥമാഗതോസി. കിമർത്ഥം ആഗതോസി ആഗതഃ അസി കിമർത്ഥമാഗതോസി ത്വം ദേവഗണൈഃ ഇതി. ദേവഗണൈരിതി. ഇങ്ങനെയാണ് പദച്ഛേദം. അങ്ങനെ 3 വാക്കുകളിൽ നമ്മളിങ്ങനെ പദച്ഛേദം അവിടെ കാണാം. ഇനി ഓരോ വാക്കുകളിലേക്ക് കടക്കാം. ആവിർഭൂയ ആവിർഭൂയ ആവിർഭവിച്ചിട്ട്. ഭൂധാതുവിൽ നിന്നുണ്ടായിട്ടുള്ള ല്യബന്ധമവ്യാണ്. ആവിര് എന്നുള്ള ഉപസർഗൊക്കെ ചേർക്കുമ്പോ ആവിർഭൂയ ആവിർഭവിച്ചിട്ട്, അങ്ങനെ ഉണ്ടായിട്ട്, മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നൊക്കെയുള്ള അർത്ഥം അല്ലെ. അപ്പൊ ഉപസർഗങ്ങൾ ചേർത്ത് ധാതുവിന്റെ കൂടെ ലബന്ധ അവ്യൊക്കെ വരുമ്പോ പലതരത്തിലുള്ള അർത്ഥങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ ആവിർഭൂയ എന്ന ലബന്ധം അവ്യം. അവ്യമായി കഴിഞ്ഞാൽ പിന്നെ അതിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല. ആവിർഭൂയ എന്നുള്ളതിന് വേറെ പുരുഷഭേദമോ വചനഭേദമോ ഒന്നും കാലഭേദമോ ഒന്നും സംഭവിക്കില്ല. കാലഭേദം കാലത്തിന് അർത്ഥം ഉണ്ടല്ലേ, അങ്ങനെ ചെയ്തിട്ട് ഭൂതകാലാർത്ഥം തന്നെയാണ്. എന്നാൽ ഒരു പൂർണ്ണമായ ക്രിയ അല്ല, അതുകൊണ്ട് ലകാരങ്ങളിൽ പെടുന്നില്ല, അവ്യമാണ്. എന്നാൽ അർത്ഥം ക്രിയയുടെ അർത്ഥം കിട്ടുകയും ചെയ്യും. ആവിർഭൂയ. അഥ അഥ പിന്നീട്, അനന്തരം, തതഃ എന്നർത്ഥം. അഥ ദൈത്യാരി ദൈത്യന്മാരുടെ അരി. ദൈത്യാരി വിഷ്ണു അല്ലെ. ദൈത്യാരിഹി. ദൈത്യാരിഹി എന്നുള്ളത് ഇകാരാന്ത പുല്ലിംഗ. കവി ശബ്ദവത്, കവി ശബ്ദം പോലെയുള്ള ഇകാരാന്ത പുല്ലിംഗ ശബ്ദമാണ് ദൈത്യാരിഹി. ദൈത്യാനാം അരിഹി ദൈത്യാരിഹി. ദൈത്യന്മാരുടെ അരി ആണ്. എന്താ ദൈത്യന്മാര്? അസുരന്മാര്. അസുരന്മാരുടെ അരിഹി ശത്രു എന്നർത്ഥം. അരി എന്ന് പറഞ്ഞാൽ ശത്രു എന്നാണ് അർത്ഥം. അസുരന്മാരുടെ ശത്രു എന്ന് വെച്ചാൽ ദേവപക്ഷപാതിയായാണ്. അതുകൊണ്ട് തന്നെ ദേവന്മാരുടെ ശത്രുക്കളാണ് അസുരന്മാര് എന്നതുകൊണ്ട് ദേവന്മാരുടെ ശത്രുവാണ്. അതായത് ഭഗവാന് സത്യത്തിൽ ശത്രുതാ മനോഭാവം ഒന്നും ആരോടും ഉണ്ടാവില്ല അല്ലെ, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. പക്ഷെ എന്തുണ്ടാവും?
ദയാലുക്കളോട്, നല്ല ശീലമുള്ളവരോട്, സജ്ജനങ്ങളോട് പക്ഷപാതം. തീർച്ചയായിട്ടും സജ്ജനങ്ങളുടെ കൂടെയാണ് ഭഗവാൻ എന്നതുകൊണ്ട് തീർച്ചയായിട്ടും ദുർജനങ്ങളെ ഹനിക്കുന്ന അല്ലെ, അവരൊക്കെ ശത്രുവാണ് എന്നർത്ഥം. അവർക്ക് യഥേഷ്ടം അവരുടെ ഇഷ്ടം പോലെ നടക്കാൻ ഭഗവാൻ സമ്മതിക്കില്ല. അത്തരക്കാരെ ഹനിക്കുക, നശിപ്പിക്കുക എന്നുള്ളത് ഭഗവാന്റെ കടമയാണ്. ഭഗവാൻ ചെയ്തുകൊണ്ട് കർമ്മമാണ്. ദൈത്യാരി ഇകാരാന്ത പുല്ലിംഗാണ്. കവി കവിഹി കവി കവയഃ, ഹേ കവേ ഹേ കവി ഹേ കവയഃ, കവിം കവി കവീൻ. അതുപോലെ ദൈത്യാരിഹി ദൈത്യാരി ദൈത്യാരയഃ, ഹേ ദൈത്യാരേ ഹേ ദൈത്യാരി ഹേ ദൈത്യാരയഃ, ദൈത്യാരിം ദൈത്യാരി ദൈത്യാരീൻ, ദൈത്യാരിണ ദൈത്യാരിഭ്യാം ദൈത്യാരിഭിഃ, ദൈത്യാരയേ ദൈത്യാരിഭ്യാം ദൈത്യാരിഭ്യഃ, ദൈത്യാരേഃ ദൈത്യാരിഭ്യാം ദൈത്യാരിഭ്യഃ, ദൈത്യാരേഃ ദൈത്യാര്യോഃ ദൈത്യാരീണാം ദൈത്യാര്യൗ ദൈത്യാര്യോഃ ദൈത്യാരിഷു എന്ന് കവി ശബ്ദം പോലെ ദൈത്യാരി ശബ്ദം. ദൈത്യാരിഹി വിഷ്ണു എന്നർത്ഥം. പപ്രച്ഛ, പപ്രച്ഛ ചോദിച്ചു എന്നർത്ഥം. പപ്രച്ഛ. ലിട്ട്, പരോക്ഷേ ലിട്ട് എന്ന് പറയും. നമ്മൾ പ്രത്യക്ഷത്തിൽ നേരിട്ട് കാണാതെ സംഭവിച്ച കാര്യങ്ങൾ, മറ്റുള്ളവർ പറഞ്ഞു കേട്ട കാര്യങ്ങൾ ലിട്ടിലാണ് നമ്മൾ പറയേണ്ടത്. ലിട്ടിൽ പ്രയോഗിക്കുന്ന അത്തരം ഭൂതകാലാർത്ഥത്തിന് പരോക്ഷമായിട്ട് ലോകമഹായുദ്ധം ഉണ്ടായിരുന്നു അത്രേ അല്ലെ. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, നേരിട്ട് കാണാത്ത അത്തരം കാര്യങ്ങളെ നമ്മൾക്ക് ലിട്ടിലൂടെ വേണം പറയാൻ. പരോക്ഷേ ലിട്ട്, അതാണ് പപ്രച്ഛ, ചോദിച്ചത്രേ എന്നർത്ഥം. സാമാന്യമായിട്ട് പറയിച്ച് ചോദിച്ചു അല്ലെ എന്നർത്ഥം. ലങ്ങിന്റെ അർത്ഥം തന്നെയാണ്, പക്ഷെ വളരെ വ്യത്യസ്തമായൊരു ഭാവത്തിന് ഉണ്ട്, അർത്ഥത്തിനുണ്ട്. പപ്രച്ഛ ലിട്ടാണ്. പൃച്ഛ് എന്നുള്ള ധാതുവിന്റെ ലിട്ടാണ് പപ്രച്ഛ, ചോദിച്ചത്രേ. പ്രഥമ പുരുഷ ഏകവചനം പപ്രച്ഛ. ആരോട് ചോദിച്ചു അല്ലെ? പപ്രച്ഛ. ച എന്നുള്ളത് അഥ എന്നൊക്കെ നമ്മൾ കണ്ട പോലത്തെ, ഈ ശ്ലോകത്തിൽ തന്നെ കണ്ട അതേപോലത്തെ അവ്യയപദമാണ്. അഥ എന്നുള്ളതും അവ്യമാണ്, ച എന്നുള്ളതും അവ്യയമാണ്. അവ്യയത്തിന് വിഭക്തി, വചന, ലിംഗ ഭേദങ്ങളൊന്നും ഇല്ല. യാതൊരു മാറ്റവും ഇല്ലാണ്ട് ഇരിക്കുന്നതാണ്. വ്യയമില്ലാതെ ഇരിക്കുന്ന അവ്യയം. പിതാമഹം, പിതാമഹഃ, പിതുഹു പിതാ പിതാമഹഃ, അച്ഛൻ്റെ അച്ഛൻ എന്നാണ് ശരിക്കർത്ഥം അല്ലെ, മുത്തച്ഛൻ. ഇവിടെ പിതാമഹഃ ബ്രഹ്മാവ് എന്നുള്ള അർത്ഥം. ബ്രഹ്മാവിനെയാണ് പിതാമഹൻ എന്ന് പറയാറ്. പിതാമഹം ബ്രഹ്മാണം, ബ്രഹ്മാവിനോട്. വിധാതാരം, സൃഷ്ടാരം എന്നൊക്കെ അർത്ഥം. പിതാമഹം അകാരാന്ത പുല്ലിംഗ ശബ്ദമാണ് പിതാമഹഃ. അതിന്റെ ദ്വിതീയ ഏകവചനം പിതാമഹനോട് അല്ലെ. ദ്വിതീയക്ക് എന്താർത്ഥം? അതിനോട്, അവനെ, അതിലേക്ക് എന്നൊക്കെ അർത്ഥം. ഇവിടെ അദ്ദേഹത്തിനോട് ചോദിച്ചു. പിതാമഹം. കിമർത്ഥം, കിമർത്ഥം എന്നുള്ളത് ചോദ്യത്തെ അല്ലെ, എവിടെ, എത്ര, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദ്യപദങ്ങളിൽ ഒന്നാണ് കിമർത്ഥം. അവ്യയമാണ് അത്. കിമർത്ഥം എന്തിനു വേണ്ടി എന്ന് അർത്ഥം. കിമർത്ഥം ചോദ്യ ആണ്, എന്തിനു വേണ്ടി, അവ്യയമാണ്. ആഗതഃ അടുത്ത വാക്ക്. ആഗതഃ അകാരാന്ത പുല്ലിംഗ ആഗത ശബ്ദ രാമശബ്ദവത്. ആഗതഃ ആഗതൗ ആഗതാഃ. പ്രഥമാ വിഭക്തി ഏകവചനമാണ് ആഗതഃ.
ആഗതഃ വന്നവനായി. വന്നു എന്നുള്ള ക്രിയ അല്ലെ, വന്നു. ആഗച്ഛത് വന്നു. ആ ഗമ എന്നുള്ള ധാതുവിൽ നിന്നും പ്രത്യയം ചേർത്ത് നാമപദമായി മാറുക. അപ്പൊ വന്നു എന്നർത്ഥമുണ്ട്, പക്ഷെ വന്നവൻ, വന്നവനായി മാറിയവൻ. അപ്പൊ അതെന്തായി? നൗണായി മാറി, നാമപദമായി മാറി. ആഗതഃ. ക്രിയാപദത്തിനെ ലകാരങ്ങളിലൂടെ പ്രയോഗിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഭാഷയിൽ ഇങ്ങനെ കുറച്ച് ലാളിത്യത്തോടു കൂടിയിട്ടുള്ള കാര്യങ്ങൾ നാമപദമായിട്ട് സ്വീകരിക്കുക തുടങ്ങിയവ സംഭവിക്കുന്നത്. അഗതവാൻ എന്നൊക്കെ പ്രയോഗമുണ്ട്. അഗതഃ, അഗതഃ. അപ്പൊ നാമമാണ്. അകാരാന്ത പുല്ലിംഗം. എന്തിനായി? വന്നവനായി, അല്ലെ? ആഗതഃ. അസി. അസ് ധാതുവിന്റെ മധ്യമ പുരുഷ ഏകവചനാണ് അസി. ലട്ടിലുള്ള രൂപം. അസ്തി, സ്തഃ, സന്തി. അസി, സ്ഥഃ, സ്ഥ. അസി. ത്വം അസി. അസി എന്ന് കേട്ടാൽ തന്നെ അറിയാം അവിടെ കർത്താവ് ആരാണ്? ത്വം. മധ്യമപുരുഷനാണ് ക്രിയാപദമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഉറപ്പിക്കാം അത് കർത്താവും യുഷ്മദ് ശബ്ദമാണ്. ഏകവചനമാണെങ്കിൽ ത്വം, ദ്വിവചനമാണെങ്കിൽ യുവാം. ാണ് എന്നതുകൊണ്ട് ഇവിടെ ത്വം എന്നാണ് കർത്താവ് എന്നുള്ളത് വ്യക്തമാണ്. ത്വം അസി എന്ന് കിട്ടി. സാകം. സാകം സഹ എന്നുള്ള അർത്ഥത്തില് അല്ലെ, കൂടെ, കൂടെ. സഹ, ഹ എന്ന് പൂർണ്ണാക്ഷര കേട്ടോ, വിസർഗല്ല. സഹ, സാകം, സമം, സാർദ്ധം എന്നീ 4 വാക്കുകൾ കൂടെ എന്ന അർത്ഥത്തിലുള്ളതാണ്. അവ്യയമാണ്, അവ്യയപദമാണ് സാകം. കൂടെ എന്ന അർത്ഥത്തിലുള്ള അവ്യയപദം. അത് പ്രയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ആരുടെ കൂടെ? ആ വാക്ക് തൃതീയ വിഭക്തിയിൽ പ്രയോഗിക്കണം. നോക്കൂ, ദേവഗണൈഹി എന്ന് അടുത്ത് വരുന്ന വാക്ക്. ദേവഗണങ്ങളുടെ കൂടെ, ഗണങ്ങളുടെ കൂടെ. ദേവഗണൈഹി. ദേവഗണഃ എന്ന് അകാരാന്ത പുല്ലിംഗ, അതിന്റെ തൃതീയ ബഹുവചനമാണ് ദേവഗണൈഹി. രൂപം കാണുമ്പോ തന്നെ നമുക്കറിയാം അത് അകാരാന്താണ്. കാരണം ഇങ്ങനെ ഇരിക്കുന്നത് ദേവഗണൈഹി, ബാലൈഹി, രാമാഹി എന്നൊക്കെ പോലെയാണ്. തൃതീയ ബഹുവചനത്തിൽ ഇത്തരത്തിൽ ഇരിക്കുന്ന രൂപങ്ങൾ എല്ലാം തന്നെ അകാരാന്ത പുല്ലിംഗങ്ങളായിരിക്കും. അകാരാന്ത പുല്ലിംഗത്തിന് മാത്രമേ ഇങ്ങനെ ഒരു രൂപം വരുന്നുള്ളൂ. ദേവഗണൈഹി. ഉകാരാന്തം ഇകാരാന്തൊക്കെ വ്യത്യാസമല്ലേ? ഗുരുഭിഹി, കവിഭിഹി എന്നൊക്കെയല്ലേ വരുന്നത്. അപ്പോ ഈ രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് അത് അകാരാന്ത പുല്ലിംഗമാണ് എന്ന് വ്യക്തമാകുന്നു. ദേവഗണൈഹി. ദേവാനാം ഗണഃ ദേവഗണഃ. ദേവന്മാരുടെ കൂട്ടം. അല്ലെ, ദേവന്മാരുടെ കൂട്ടം. ആ കൂട്ടങ്ങൾ അനവധി കൂട്ടങ്ങൾ എന്നർത്ഥം. അനവധി ഗണങ്ങൾ, പലതരത്തിലുള്ള ഗണങ്ങൾ. ദേവഗണൈഹി. ദേവന്മാരുടെ എന്ന് തന്നെ അർത്ഥം. ദേവഗണൈഹി. സാകം. ദേവഗണൈഹി. അടുത്തത് ഇതി. ഇതി എന്നുള്ളത് അവ്യയമാണ്. ഇതി എന്നുള്ളത് അവ്യയമാണ്. അപ്പൊ അതിന് മാറ്റൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഓരോ വാക്കുകളെ നമ്മൾ കണ്ടു. ഇതിലപ്പോ അഥ, ച, ഇതി എന്നുള്ളതെല്ലാം അവ്യയമാണ്. ആവിർഭൂയ എന്നുള്ളത് ലബന്ധം അവ്യയമാണ് എന്നെല്ലാം കണ്ടു. എന്താണ് ക്രിയാപദം? പപ്രച്ഛ എന്ന് ക്രിയാപദം, അല്ലെ? ഇനി ക്രിയാപദത്തിന്റെ കർത്താവാര്, കർമ്മം എന്ത് എന്നൊക്കെ ചിന്തിച്ചാൽ നമുക്ക് അന്വയിച്ചെടുക്കാം. അപ്പൊ ഇതിൽ അഥ എന്നൊരു വാക്കുണ്ട്, അല്ലെ? ഒരു ശ്ലോകത്തിൽ അഥ എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും അത് തുടങ്ങുന്നത്, അതിന്റെ അന്വയം തുടങ്ങുന്നത് അഥ എന്നായിരിക്കും. അഥ പപ്രച്ഛ കിട്ടി. ആദ്യവും അവസാനവും കിട്ടി.
അല്ലെ? അഥ പപ്രച്ഛ. അഥ എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു വിഷയം തുടങ്ങുമ്പോൾ നമ്മൾ അഥ എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ് പുതിയൊരു വിഷയം? ദേവന്മാരും ദേവേന്ദ്രൻ ബ്രഹ്മാവും വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നു എന്നുള്ളത് അല്ലെ? അതിനുശേഷം എന്തുണ്ടായി? അപ്പൊ അതിനുശേഷം ഉണ്ടായ കാര്യത്തെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അഥ എന്നുള്ള പ്രയോഗം. അഥ പപ്രച്ഛ. കഹ പപ്രച്ഛ? ആര് ചോദിച്ചു? അഥ പപ്രച്ഛ. ആര്? ദൈത്യാരിഹി. അഥ ദൈത്യാരിഹി പപ്രച്ഛ. പിന്നീട് വിഷ്ണു ചോദിച്ചു. ആരോട്? പിതാമഹം. കിട്ടിയില്ലേ? അഥ ദൈത്യാരിഹി പിതാമഹം പപ്രച്ഛ. എന്ത് ചോദിച്ചു? കിം പപ്രച്ഛ. എന്ത് ചോദിച്ചു? കിമർത്ഥം ആഗതഃ. അല്ലെ? എന്തിനു വേണ്ടി വന്നു? ത്വം എന്നുള്ളത്. ത്വം ആര് വന്നു? ത്വം. ത്വം കിമർത്ഥം ആഗതഃ. അസി എന്ന് ചേർക്കാം അല്ലെ? ത്വം കിമർത്ഥം ആഗതഃ അസി ഇതി പപ്രച്ഛ. കഥം ആഗതഃ. എപ്രകാരം വന്നു? സാകം. കൂടെ, ഒറ്റയ്ക്കല്ല. കൈഹി സാകം? ദേവഗണൈഹി സാകം. അപ്പൊ എന്ത് ചോദിച്ചു? കിമർത്ഥം ത്വം ദേവഗണൈഹി സാകം ആഗതഃ അസി ഇതി പപ്രച്ഛ എന്ന് ചോദിച്ചു. ആര്? ദൈത്യാരിഹി. അപ്പൊ അന്വയം കിട്ടിയില്ലേ? കിം കൃത്വാ. ദൈത്യാരി എന്ത് ചെയ്തിട്ടാണ്? ആവിർഭൂയ. ആവിർഭവിച്ചിട്ട് അവര് അനവധി സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു എന്ന് പറഞ്ഞു അല്ലെ? സ്തുതിച്ചാൽ പ്രസാദിക്കണം. പ്രസാദിക്കുമ്പോഴേ ഇത് വരം കൊടുക്കാൻ പറ്റുള്ളൂ. ആവിർഭൂയ. അഥ ദൈത്യാരിഹി ആവിർഭൂയ പിതാമഹം ദേവഗണൈഹി സാകം ത്വം കിമർത്ഥമാഗതഃ അസി ഇതി പപ്രച്ഛ എന്ന് അന്വയം. അങ്ങനെ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട വിഷ്ണു ഭഗവാൻ അവരോട് ചോദിച്ചു. എന്തിനാണ്? ആരോട് ചോദിച്ചു? പ്രധാനിയായിട്ടുള്ള ബ്രഹ്മാവിനോട് ചോദിച്ചു. അങ്ങ് എന്തിനാ വന്നത്? ഈ ദേവന്മാരെയൊക്കെ കൂട്ടിയിട്ട് എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു എന്ന് സാരം. അപ്പൊ അങ്ങനെ നമ്മൾ അതിന്റെ വാക്കുകളുടെ അർത്ഥം, അന്വയം, സാരം, ആ ശ്ലോകത്തിന്റെ സാരം എന്നിവയെല്ലാം കണ്ടു മനസ്സിലാക്കി. അപ്പൊ നമുക്ക് നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.